തൃശൂർ ജില്ലയിൽ വ്യാപകമായി കളിമൺ ഖനനം നടക്കുന്നു. കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. നിയമവിരുദ്ധമായി കരിങ്കൽ ഖോറികൾ പ്രവർത്തിക്കുന്നു. ജനം പൊറുതിമുട്ടി. പ്രതിഷേധങ്ങളെ കൈക്കരുത്തുകൊണ്ടും പണം നൽകിയും അടിച്ചമർത്തുന്നു. പരാതികളുമായി എത്തുന്നവരെ കളക്ടർ മുതൽ പിയൂൺ വരെയുള്ളവർ പരിഹസിക്കുന്നു. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നത് ആരാണ്? കരിങ്കൽ മണ്ണ് മാഫിയകളുടെ കൈവശം യഥേഷ്ടമുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ പാസുകൾ. ഈ പാസാണ് ഭൂമി തുറക്കാനുള്ള ഇവരുടെ അവസാന താക്കോൽ. ജില്ലയിലെ ജിയോളജി വകുപ്പിന്റെ തലവൻ സീനിയർ ജിയോളജിസ്റ്റ് AG കോര നൽകിയ പാസുകളും അനുമതി ഉത്തരവുകളുമാണ് ഇവരുടെ കൈവശമുള്ളത്. ജിയോളജിസ്റ്റിന് ഒരു മാസത്തെ വരുമാനം ലക്ഷങ്ങളാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഞങ്ങൾക്ക് വ്യക്തമായി. സ്വന്തം ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവരുന്നതിനുള്ള അനുമതിക്കായി എന്ന പേരിൽ സീനിയർ ജിയോളജിസ്റ്റ് AG കോരയെ ഞങ്ങൾ ആദ്യമായി ഫോണിൽ ബന്ധപ്പെട്ടു. കളിമണ്ണിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഒരു ചെറിയ കുളം ഉണ്ടായി. അപ്പൊ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു. അപ്പൊ ലോറിക്കാർ വന്ന് പറഞ്ഞു അത് കൊണ്ടുപോക്കളാന്ന് പറഞ്ഞു അവര്. അപ്പൊ ഒരു 10-25% അടുത്ത് വേണ്ടി വരുന്ന അവർ പറഞ്ഞതേ. അപ്പൊ ഒന്ന് എന്തെങ്കിലും ചിങ്കാതാഴ്ച അത് പോയി കഴിഞ്ഞാൽ എനിക്കും കുറച്ചൊരു ഗുണമാണ്. ചിലപ്പോൾ മഴയാണ് വരുന്നതേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാർ? ഒന്ന് എവിടെയാ സ്ഥലം? ഇത് ചെങ്ങാലൂരാ സാർ. ചെങ്ങാലൂര്. ഒന്ന് ഞാൻ സാറിന് നാളെ എപ്പോഴും വൈകിട്ട് ഫ്രീ ആവുമോ സാറേ? ഞാൻ വന്ന് കണ്ടോളാം സാർ. YMC അല്ലേ? എപ്പോ വരണം സാർ? എത്ര മണിക്ക് വിളിക്കണം സാർ? ഒരു 8 മണിക്ക്. ഞങ്ങൾ കോരയെ കാണുന്നതിനായി 7 മണിക്ക് തന്നെ YMCA കെട്ടിട പരിസരത്ത് കാത്തുകിടന്നു. എന്നാൽ പകൽ പോലെ തന്നെ രാത്രിയും കർമ്മനിരതനായ ജിയോളജിസ്റ്റിനെയാണ് ഞങ്ങൾ കണ്ടത്. സീനിയർ ജിയോളജിസ്റ്റ് AG കോര കളിമണ്ണ് ഇടപാടുകാരുടെ കാറിൽ കയറി പോകുന്നത് ഞങ്ങൾ കണ്ടു. 1 മണിക്കൂറിന് ശേഷം ഫോണിൽ ബന്ധപ്പെട്ടു. വ്യാഴാഴ്ച കാണാമെന്ന് ഉറപ്പു നൽകി. വ്യാഴാഴ്ച വൈകിട്ടല്ലേ? എന്താ സാർ കേട്ടില്ല സാർ? ആയിക്കോട്ടെ. പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു. രാത്രി 9 മണിക്ക് ലോഡ്ജിലെത്താൻ ആവശ്യപ്പെട്ടു. 9 മണിക്ക് എത്തിക്കോളാം സാർ. അപ്പൊ 9 മണിക്ക് എത്തിക്കോളാം സാർ. 9 മണിക്ക് എത്തിക്കോളാം. കഴിഞ്ഞ ദിവസത്തെ ആവർത്തനമായിരുന്നു ഇന്നും സംഭവിച്ചത്. ഇടപാടുകാർക്കൊപ്പമായിരുന്നു ജിയോളജിസ്റ്റിന്റെ ഇന്നത്തെയും യാത്ര. രാത്രി 10 മണി വരെ കാത്തുകിടന്ന ശേഷം കോരയെ വിളിച്ചു. 7 മണിക്ക് രാത്രിയും പകലും ഒരുപോലെ കർമ്മനിരതനായ സീനിയർ ജിയോളജിസ്റ്റ് AG കോരയെ കാണാൻ രാവിലെ 6:45 ഞങ്ങൾ അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിന് പരിസരത്തെത്തി. അദ്ദേഹത്തിന് നൽകുന്നതിനായി 20,000 രൂപയും ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. റൂം നമ്പർ 303. ഞങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചു. ആദ്യഘട്ട സംഭാഷണത്തിന് ശേഷം പണം നൽകാനായി ബാഗിൽ നിന്നും 20,000 രൂപ ഞങ്ങൾ എടുത്തു. ആദ്യം കാര്യം നടക്കട്ടെ, അതിനുശേഷം മതി പണമെന്നും പിന്നീട് വാങ്ങിക്കൊള്ളാമെന്നും ആദ്യം ജിയോളജിസ്റ്റ് കോര പറഞ്ഞു. എന്നാൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക് സഹോദരനാണ് വരികയെന്നും ഇക്കാര്യങ്ങൾ അയാൾക്ക് വശമില്ലെന്നും ഞങ്ങൾ പറഞ്ഞു. ഇതോടെ ഞങ്ങളോട് ജിയോളജിസ്റ്റ് AG കോര വീണ്ടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ആപ്ലിക്കേഷൻ പറഞ്ഞ പോലെ അങ്ങനെ അത് മൊത്തത്തിലൊരു പേടിയാണ്. ഞാൻ അതിനകത്ത് പറയുന്നത് ഒരു വിഷയം ഇതാകണ്ട. കാരണം സാർ എത്ര വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പറഞ്ഞു
സംസാരത്തിനൊടുവിൽ പണം അദ്ദേഹത്തിന്റെ പെട്ടിയിൽ വെക്കാൻ ജിയോളജിസ്റ്റ് കോര നിർദ്ദേശിച്ചു. 20,000 രൂപ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ ഞങ്ങൾ വെച്ചു. എന്നോട് സന്തോഷം രാവിലെ തന്നെ സാറിന് ഇതാക്കുന്നല്ലേ. പണം വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെട്ടിയിൽ 500 രൂപയുടെ നോട്ടുകെട്ടുകൾ ഇരിപ്പുണ്ടായിരുന്നു. കൂടുതൽ പണം ഞങ്ങൾ അവിടെ വെച്ച് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. ക്യാമറാമാൻ മൽഘോഷിനൊപ്പം ജെയ്സൺ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.